ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി നോട്ടീസ് പുറത്തിറക്കി. ഇന്ത്യക്കെതിരെ ചുമത്തിയ അധിക തീരുവ വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു. ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ ഇറക്കിയ 50% അധിക തീരുവ നടപടിയിൽ മാറ്റമില്ലെന്ന് അറിയിച്ചു. നിലവിലുള്ള 25 തീരുവയോടൊപ്പം 25% അധിക തീരുവയും ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ നോട്ടീസ് പ്രകാരം ഈ പുതിയ തീരുവ വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് ഈ നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം. ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അവരുടെ വാദം. എന്നാൽ അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ അറിയിച്ചു. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് എണ്ണ ലഭിക്കുന്നോ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ നയം. ഈ നിലപാട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ താൽപര്യങ്ങൾ, പ്രത്യേകിച്ച് കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ചെറുകിട ഉൽപാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. അധിക തീരുവ കാരണം സമുദ്രോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, തുകൽ തുടങ്ങിയ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ മേഖലകളെ സഹായിക്കാൻ 25,000 കോടിയുടെ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ട്രംപ് അധിക തീരുവ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം തീരുമാനം മാറ്റുമെന്ന പ്രതീക്ഷ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. അതേസമയം അമേരിക്കൻ നീക്കത്തിനെതിരെ തിരിച്ചടിക്കുന്നതിനെ പറ്റി ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. അധിക തീരുവ പിൻവലിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ഇന്ത്യ 2 സ്വകാര്യ കമ്പനികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞു. സെൻസെക്സ് 749.37 താഴ്ന്നപ്പോൾ നിഫ്റ്റി 255.7 കുറവ് രേഖപ്പെടുത്തി. അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തുന്നുവെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയും ഇന്ത്യൻ ഓഹരി കൂപ്പുകുത്തിയിരുന്നു. പിന്നീട് തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉയർന്നപ്പോൾ ഓഹരികൾ തിരിച്ചു കയറി തുടങ്ങിയതായിരുന്നു. ഇതാണ് ഇന്ന് കുത്തനെ വീണത്.